നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതാവുന്നു. കൂട്ടുകാരുടെ ഒപ്പം പോയ കുട്ടിയെ 2 ദിവസമായിട്ടും കാണാത്തത് കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പരാതി കൊടുക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും പോലീസ് ഒന്നും ചെയ്യാതെ നമ്മൾ തന്നെ ഈ കൂട്ടുകാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുട്ടി ട്രെയിൻ തട്ടി മരിച്ചുപോയെന്ന് കൂട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുകയാണ്. എവിടെ വെച്ചാണ് മരിച്ചുപോയതെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടത്തെ പോലീസ് കുട്ടി ഒരു അനാഥ ശവമാണ് എന്ന് വിചാരിച്ച് സംസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? പ്രബുദ്ധ കേരളത്തിൽ ഇത് എങ്ങനെ നടക്കുന്നു? ഇത്ര ഇറസ്പോൺസിബിൾ ആണോ ഇവിടുത്തെ പോലീസ് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതെ, പോലീസിന്റെ അത്തരം ഒരു ഇറസ്പോൺസിബിലിറ്റിയെ പറ്റി തന്നെയാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വാർത്തയിലേക്ക് വരും മുമ്പ് ഞാൻ എല്ലാ തവണയും പറയുന്നത് പോലെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മോണിറ്റൈസേഷൻ നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും വാർത്തകളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ കൂടി പബ്ലിക് ഒപ്പീനിയന് വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഇത് എടുത്തെടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ പരസ്യം പബ്ലിക് ഒപ്പീനിയനിൽ ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1000 രൂപ മുതൽ തുടങ്ങുന്ന തരത്തിലുള്ള പാക്കേജുകളാണ്. 30 ദിവസം വരെ നിലനിൽക്കുന്ന പാക്കേജുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാനും താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. സോ ബാക്ക് ടു ദ ടോപ്പിക്. തിരുവനന്തപുരം വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 3 തിരുവനന്തപുരം വെമ്പായത്ത് നിന്ന് അഭിജിത്ത് എന്ന പേരുള്ള 16 വയസ്സുള്ള ഒരു യുവാവിനെ കാണാതാവുന്നു, ഒരു പയ്യനെ. അവര് വീട്ടുകാർ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മാൻ മിസ്സിംഗ് കേസ് കൊടുക്കുന്നു. കൂട്ടുകാരോടൊപ്പമാണ് അഭിജിത്ത് എന്ന് പറയുന്ന ഈ പയ്യൻ പോയത് എന്ന് മാതാപിതാക്കൾ പറയുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷിക്കുന്നുണ്ട് എന്നല്ലാതെ മറ്റൊരു രീതിയിലുള്ള ഉത്തരം ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇവര് തന്നെ സ്വന്തമായിട്ട് ഈ കൂട്ടുകാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരോട് വിവരങ്ങൾ ചോദിച്ചു വന്നപ്പോൾ അറിയുകയാണ്, പേട്ടയില്, അതായത് ഈ വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള പേട്ടയില് മാർച്ച് 5 തന്നെ ട്രെയിൻ തട്ടി അഭിജിത്ത് മരിച്ചിരുന്നു എന്ന സംഭവം. അപ്പൊ ഇത് അറിഞ്ഞ ഉടനെ ഈ പറയുന്ന പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് ഈ മാതാപിതാക്കൾ ബന്ധപ്പെടുകയും ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അറിഞ്ഞത് ഉണ്ട്. മാർച്ച് 5 ട്രെയിൻ തട്ടിയ നിലയിൽ ഒരു യുവാവിന്റെ മൃതദേഹം കിട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കുകയാണ്. ആ ഫോട്ടോ ഈ അഭിജിത്തിന്റെ തന്നെയാണ്. ആ ഫോട്ടോ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കാണിക്കാൻ പറ്റില്ല, യൂട്യൂബ് അത് കാണിക്കാൻ പറ്റില്ലാത്ത ആ രീതിയിൽ ബ്ലഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണത്. അപ്പൊ ഉടനെ എന്തുകൊണ്ട് മാൻ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തിട്ടും ഞങ്ങളെ ഈ വിവരം അറിയിച്ചില്ല എന്ന കാര്യം ചോദിച്ചപ്പോൾ പോലീസുകാർ പറയണത് അറിയില്ല, ഞങ്ങൾക്ക് ഇതിന് അറിവൊന്നും കിട്ടിയില്ല, ആ ബന്ധുക്കൾ ആരും അന്വേഷിച്ച് വന്നില്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ മൃതദേഹം സംസ്കരിച്ച് കഴിഞ്ഞു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കാണാതായ മകനെ പറ്റി കേസ് കൊടുത്തിട്ടും ഇത്രയും ദിവസങ്ങൾ അതിന്റെ പിറകെ നടന്നിട്ടും സംസ്കരിക്കുന്നതിന് മുമ്പ് ആ മകന്റെ മുഖം പോലും ഒന്ന് കാണാനായിട്ട്, അവസാനമായിട്ടൊന്ന് കാണാനായിട്ടുള്ള ഭാഗ്യം പോലും ആ മാതാപിതാക്കൾക്ക് ലഭിച്ചില്ല എന്നുള്ളത് ആര് കാരണം? കേരള പോലീസിന്റെ ഇറസ്പോൺസിബിലിറ്റി കാരണം. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടാണ് ഇതെന്ന് എടുത്തെടുത്ത് പറയാൻ എല്ലാ രാഷ്ട്രീയ വിമർശകരും ആഗ്രഹിക്കുകയാണ്. ഞാനും അത് തന്നെ പറയുകയാണ്. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ നീതി ലഭ്യമാകൂ എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കണ്ടില്ലേ, ക്രൈംബ്രാഞ്ചിന് കേസ് വിടുന്ന രീതിയിലായി ദിയ കൃഷ്ണയുടെ കേസ് മുഖ്യമന്ത്രിയെ കണ്ടതുകൊണ്ട് മാത്രം. അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലാത്തവർക്ക് ആർക്കും തന്നെ നീതി ലഭിക്കുന്നില്ല, ലോ ആൻഡ് ഓർഡർ പാലിക്കപ്പെടുന്നില്ല, കേരള പോലീസ് അവരുടെ പണി എടുക്കുന്നില്ല. ഇവിടെ തന്നെ നടന്നിരിക്കുന്ന സംഗതി എന്താണെന്ന് നോക്കൂ. ഒരു മാൻ മിസ്സിംഗ് കേസ് ഒരു സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ മറ്റ് സ്റ്റേഷനുകളിലേക്ക് മെസ്സേജ് ചെയ്ത് അവിടെ ഇങ്ങനെ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്സിഡന്റുകളോ അതുപോലെ അനാഥ ശവങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ച് അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് ഇയാളാണോ അത് എന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ട ചുമതലയുള്ള പോലീസ് അത് ചെയ്തിട്ടില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പേട്ട പോലീസ് ചെയ്തത് എന്താണ്? ഒരു അനാഥ ശവം ലഭിച്ചപ്പോൾ എവിടെയെങ്കിലും മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊരു നെറ്റ്വർക്ക് ഉള്ളതല്ലേ, ഇത് നമ്മൾ പൊതുജനങ്ങൾ പഠിപ്പിക്കണോ? ഇവരങ്ങനെ അന്വേഷിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3-ാം തീയതി ഇതുപോലൊരു മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട്, ആ പയ്യനാണോ ഇതൊന്നും നോക്കാമായിരുന്നല്ലോ. മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ ഒന്ന് അവസാനമായിട്ട് കാണാനെങ്കിലും പറ്റുമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? ഈ റെസ്പോൺസിബിലിറ്റിക്ക് ആരാണ് സമാധാനം പറയേണ്ടത്? ഇത്രയും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഗതി ഒരു മാധ്യമങ്ങളിലും ചർച്ചയായിട്ടില്ലെന്നുള്ളതാണ്. ഹിന്ദു ഐക്യവേദി അതേപോലെ BJP ഒക്കെ ഇതിൽ ഇടപെട്ട സമയത്താണ് ഇത് പൊതുമധ്യത്തിലേക്ക് വരുന്നത്. യുവരാജ് ഗോകുല് ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് അറിഞ്ഞ കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ആ വോയിസ് ഒന്ന് കേൾക്കാം. അതായത് മാർച്ച് 3 ഈ കുട്ടിയെ കാണാണ്ടാവുന്നത്. മാർച്ച് 5 ഈ കുട്ടിയുടെ ബോഡി പേട്ട റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ട്രെയിൻ തട്ടിയ നിലയിലുള്ള ബോഡി കിട്ടുന്നെങ്കിലും സാധാരണഗതിയിൽ ട്രെയിൻ വലിയ സ്പീഡിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ബോഡി ചിന്ന ഭിന്നാകേണ്ടതാണ്. ഇത് മുഖത്തിന്റെ ഒരു സൈഡിലുള്ള മുറിവ് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ പറയപ്പെടുന്ന മുറിവൊന്നും ദേഹത്തില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചിട്ട് കാലിന്, അതിപ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി ഇടിച്ച് തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോയി വീഴുന്ന സമയത്ത് കാലൊക്കെ തിരിഞ്ഞു പോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്.
പോലീസ് അതൊരു ബംഗാളി ആണ് എന്നുള്ള നിലയിലാണ് അവർ ഐഡന്റിഫൈ ചെയ്തത്. ഇതേതോ ബംഗാളിയാണ് എന്നുള്ള അവരൊരു തീരുമാനത്തിലങ്ങ് എത്തുകയായിരുന്നു. അപ്പോൾ വീട്ടുകാർ വട്ടപ്പാറ സ്റ്റേഷനിൽ, അവരുടെ വീട് വെമ്പായത്താണ്, അപ്പോൾ അവർ വട്ടപ്പാറ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ബോഡി കിട്ടിയതിന് ശേഷമാണ് പരാതി വരുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു മിസ്സിംഗ് കേസ് പരാതി വരുന്ന സമയത്ത് നാട്ടിലെവിടെയെങ്കിലും ലഭിച്ചിട്ടുള്ള ഒരു അൺഐഡന്റിഫൈഡ് ബോഡി, അതും പ്രായം ഏതാണ്ട് സിമിലർ ആണല്ലോ. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറൗണ്ട് 18 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 17 വയസ്സുള്ള ഒരു പയ്യനാണ് മിസ്സായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ജില്ലകളിലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ, അതിനകത്തൊരു എക്സ്ക്യൂസ് പറയാം. ഇത് അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വെമ്പായവും പേട്ടയും തമ്മിൽ ഏതാണ്ട് ഒരു 10-20 കിലോമീറ്ററൊക്കെ ഹാർഡ്ലി ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വലിയൊരു അനാസ്ഥ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരത് പരിശോധിച്ച് നോക്കാൻ പോലും നിൽക്കാണ്ട് ഏപ്രിലിൽ ബോഡി അനാഥ ശവം എന്നുള്ള നിലയിൽ ബോഡി സംസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വീട്ടുകാർക്കൊന്നും കിട്ടിയില്ല. ചിതാഭസ്മം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് പോയി എന്ന് പറയുന്നത് തീർത്തും വലിയൊരു അനാസ്ഥയാണ്. അതൊരു പാവപ്പെട്ട ഫാമിലി ആയതുകൊണ്ടല്ലേ സംഭവിച്ചത്. പോലീസ് അത്രയും നിസ്സാരമായിട്ട് അതിനെ കണ്ടത്. അത് മാത്രമല്ല, ഈ ഇതെങ്ങനെയാണ് ഇവർ ഐഡന്റിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയെ വിളിച്ചിറങ്ങിക്കൊണ്ട് വേറൊരു പയ്യനുണ്ട്, വിജയ് എന്നാണ് എന്തോണം അതിൻ്റെ പേര്. അപ്പോൾ അയാളെ ചോദ്യം ചെയ്യണം, അയാളോട് കാര്യം കർക്കശമായിട്ട് സംസാരിക്കണം എന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അയാളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നത്. അയാളെ പിടിച്ചിട്ടൊന്ന് ഒരല്പം കാർക്കശത്തോടുകൂടി സംസാരിക്കുമ്പോഴാണ് അയാൾ പറയുന്നത് ഇയാൾ മരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാമായിരുന്നു ഇയാൾ മരിച്ചു എന്നുള്ള കാര്യം, പക്ഷെ അവരത് വെളിയിൽ പറയാണ്ടിരുന്നു. അപ്പം അതിനെന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതല്ലേ, നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾക്ക് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ അത് എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല, പോലീസ് എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? ഇത് ഒരു വലിയ രീതിയിലുള്ളൊരു വീഴ്ച അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്ത് കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അരിച്ച് അതൊരു പാവപ്പെട്ട ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനും വേറെ അധികാരം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയായതുകൊണ്ടാണല്ലോ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത്. ഇത് വീഴ്ചയാണ്, തീർച്ചയായിട്ടും ഇത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. കാരണം അവർ നോക്കട്ടെ, നമുക്ക് കോമൺ സെൻസ് അല്ലേ. അതായത് ഒരു മാൻ മിസ്സിങ്ങിന് പരാതി വരുന്നു, സ്വാഭാവികമായിട്ട് ആദ്യമേ തന്നെ പോലീസ് നോക്കുന്നത് ഈ അടുത്ത കാലത്ത് എവിടുന്നെങ്കിലും ഇത്തരത്തിലൊരു ബോഡിയോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഒരു അൺനാച്ചുറൽ ഡെത്ത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതല്ലേ നോക്കേണ്ടത്. തിരുവനന്തപുരത്തുള്ള സ്റ്റേഷനുകളിലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അത് അവർ ചെക്ക് ചെയ്യേണ്ടതല്ലേ. ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ അത്രയും നിസ്സാരമായിട്ടാണ് അതിനെ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നാട്ടിലെവിടെ വേണമെങ്കിലും സംഭവിക്കാമല്ലോ, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ഇതിപ്പോൾ നമ്മളൊക്കെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്. ഒരു വ്യക്തിയെ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. മറ്റൊരിടത്തുനിന്ന് ഒരു ബോഡി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഇതാണോ എന്ന് കൺഫേം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നൊക്കെയല്ലേ. അതൊന്നുമില്ല. കിട്ടിയ ഒരു ബോഡി അതൊരു ബംഗാളിയാണ് എന്ന് ആദ്യമേ അവർ തീരുമാനം എടുത്തിട്ട് അവരതങ്ങ് സംസ്കരിക്കുക എന്ന് പറഞ്ഞാലേ ശരി. ബംഗാളിയാണ് എന്നുണ്ടെങ്കിലും അവരുടെ ക്യാമ്പുകൾ ഉണ്ടാവില്ലേ, അവിടെ അന്വേഷിക്കണ്ടേ ഇങ്ങനൊരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ. അപ്പൊ ഇത് ആരാ എന്താന്ന് പറഞ്ഞിട്ട് ഇവരിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഒരുപാട് പോയിന്റുകൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ഒന്നാമതായിട്ട് ട്രെയിൻ തട്ടി മരിച്ച ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ചിന്ന ഭിന്നമായി പോകുന്ന രീതിയിലാണ്. കാരണം ആ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ ആ രീതിയിലാണ്, നമുക്കറിയാം. എന്നാൽ ഈ പയ്യന്റെ ബോഡിക്ക് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. മുഖത്ത് ഈ ഒരു ഭാഗത്താണ് ആകെ പ്രശ്നമുള്ളതിന്, കാല് തിരിഞ്ഞു പോയിരിക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ളൂ, അല്ലാതെ വലിയ പരിക്കുകൾ സംഭവിച്ചിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ട്രെയിൻ തട്ടി തന്നെയാണോ ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്? അതൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ. പോസ്റ്റ്മോർട്ടം ചെയ്താലല്ലേ അത് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ മരണസമയം ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ്. അതുപോലെ ഈ സുഹൃത്ത്, ഈ പറയുന്ന മൊഴി കൊടുത്ത സുഹൃത്ത്, ശരിക്കും പറഞ്ഞാൽ അയാൾ എപ്പോഴാണ് ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വീട്ടുകാരോട് ഇത് പറയാൻ, അല്ലെങ്കിൽ പോലീസിനോട് ഇത് പറയാറുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ഇതിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ. ഇത്രയും പെട്ടെന്ന് ഈ മൃതദേഹം സംസ്കരിച്ചത് എന്തുകൊണ്ടാണ്? ഒരു മാൻ മിസ്സിംഗ് കേസ് ഉണ്ടോ എന്ന് പോലും വെരിഫൈ ചെയ്യാതെ ആരും വന്നില്ല എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് ഒരു ഡെഡ് ബോഡി കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അവർ പരസ്യം ചെയ്താലോ, അല്ലെങ്കിൽ നമ്മൾ അറിയിച്ചാലല്ലേ നമ്മൾ അറിയുള്ളൂ. അല്ലാതെ അവരത് ഫ്രീസറിൽ വെച്ചോണ്ടിരുന്ന ആരറിയാനാണ്? അവരെന്തിനാണ് എത്ര തിടുക്കപ്പെട്ട് ഇത് സംസ്കരിച്ചത്? അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. പൂച്ചയ്ക്ക് ആരും പണി കിട്ടും എന്ന് ചോദിക്കുന്നത് പോലെ കേരള പോലീസിനെ ആരിനി പണിയെടുപ്പിക്കും? ഇതിനുവേണ്ടി ഇനി പൊതു താല്പര്യ ഹർജി വല്ലതും ഞങ്ങൾ കൊടുക്കേണ്ടി വരുമോ? നീതി ലഭിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോരാടാൻ ഇറങ്ങേണ്ടി വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആക്സസ് ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ എന്ത് വേണം?
ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അത് മൈൻഡ് ചെയ്യാതെ അതിലെന്തെങ്കിലും കൗണ്ടർ കേസ് കിട്ടുമോ എന്ന് നോക്കി കൗണ്ടർ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വരെ കൂട്ടുനിൽക്കുന്ന പോലീസ്. സാധാരണക്കാർക്ക് കണ്ടില്ലേ, മരിച്ചുപോയൊരു മകനെ കാണാൻ പോലും അവസരം നിഷേധിച്ച് ഇനി അവർ എന്ത് ചെയ്യും? അവർക്ക് എന്താണ് വേറൊരു ഓപ്ഷൻ? ഇനി വേറൊരു പ്രതീക്ഷയുണ്ടോ? ഈ സിസ്റ്റം മാറണം, തീർച്ചയായും മാറണം. ജനങ്ങളെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. മുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും ഒക്കെ ഒരാൾ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇത് രണ്ടും നമുക്ക് പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് വരികയെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കസേരയിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ജനാധിപത്യത്തിന്റെ അധിപതികൾ എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളാണ്. പബ്ലിക് ഒപ്പീനിയന്റെ ആ ഒരു ബയോ ആയിട്ട് എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ്. ജനാധിപത്യത്തിന്റെ അധിപതികൾ ഇവിടെ സംസാരിക്കുന്നു, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ എന്ന വ്യക്തി നല്ല മുഖ്യമന്ത്രി അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നല്ല മുഖ്യമന്ത്രി അവിടെ ഇരുത്തേണ്ടതും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പോലീസ് സേനയെ പഴയ പോലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ്. പഴയ പോലീസ് സേനയായിട്ട് നമുക്ക് തിരികെ ലഭിക്കണം നമ്മുടെ പോലീസ് സേനയെ. അതിനുവേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം, നമ്മുടെ വോട്ടവകാശം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ചിന്തിക്കുക. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. ഇവിടം മുതൽ ശ്രദ്ധിക്കുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കോൺട്രിബ്യൂഷൻസിന്റെ കാര്യം മറക്കണ്ട, അതുപോലെ അഡ്വർടൈസ്മെന്റ്സിന്റെ കാര്യം മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അറിയിക്കാവുന്നതാണ്. അഡ്വർടൈസ്മെന്റിന്റെ ഡീറ്റെയിൽസ് അറിയാനാണെന്നുണ്ടെങ്കിലും അതുപോലെ വാർത്തകൾ അയച്ചു തരാനാണെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ വോയിസോ അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് നിങ്ങൾ ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.